നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്. ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ്, വെഡിംഗ് പാർട്ടി വെയേഴ്സ്, ഡ്രസ് മെറ്റീരിയൽ തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ്. ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു. ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ മനസ്സിനിണങ്ങിയത് സ്വന്തമാക്കാം. ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്, AB കോംപ്ലക്സ്, കൂറ്റനാട് റോഡ്, നിയർ പെട്രോൾ പമ്പ്, ശാരിശ്ശേരി. നമസ്കാരം. ബസ് കയറാത്ത ഒരു ബസ് സ്റ്റാൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റാൻഡ് ഉള്ളതായി നിങ്ങൾക്കറിയുമോ? സാധ്യത കുറവാണ്. എന്നാൽ അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെയുണ്ട്, കൂറ്റനാട്. ലക്ഷങ്ങൾ മുടക്കി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പണി കഴിപ്പിച്ച ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു പ്രൈവറ്റ് ബസ് പോലും കയറുന്നില്ല എന്നതാണ് വാസ്തവം. എന്തിനാണ് ഇത്രയും വലിയ തുക ചെലവഴിച്ച് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പണി കഴിപ്പിച്ചത്? ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്താണ്. 16/4/2022 ഒരു പ്രാദേശിക ചാനലിൽ വന്ന വാർത്തയാണ്. കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ 21 മുതൽ ബസ് കയറി തുടങ്ങും. പഞ്ചായത്ത് ഭരണസമിതി അന്നത്തെ സ്പീക്കറായിരുന്ന MP രാജേഷിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം ഇതുവഴി പോകുന്ന എല്ലാ റൂട്ട് ബസ്സുകളും ബസ് സ്റ്റാൻഡിൽ കയറാനുള്ള തീരുമാനമായി. യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നാഗലശ്ശേരി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയിരുന്നെങ്കിലും ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ പോവുകയായിരുന്നു. സ്ത്രീകൾക്കായുള്ള പ്രത്യേക റൂമുകൾ, വെയിലും മഴയും കൊള്ളാതെയുള്ള സൗകര്യങ്ങൾ, ശൗചാലയം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും യാത്രക്കാർക്ക് പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനാണ് ബസ്സുകളെ സ്റ്റാൻഡിൽ കയറ്റാനുള്ള തീരുമാനമെടുക്കാനുള്ള കാരണം. ബസ്സുകൾ പതിവായി സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നത് തുടങ്ങിയാൽ പിന്നീട് അവിടെ വ്യാപാര കേന്ദ്രങ്ങൾ തുടങ്ങുകയും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിന് വരുമാനം ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് സ്റ്റാൻഡ് മാറുകയും ചെയ്യും. കൂറ്റനാട് ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ എല്ലാ റൂട്ട് ബസ്സുകളും കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ കയറാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉറപ്പു നൽകി. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന എന്നിവരും പങ്കെടുത്തിരുന്നു. ഈ വാർത്ത പ്രകാരം 2022 ഏപ്രിൽ 21 മുതൽ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറണം. എന്നാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ കാണുക. ഗുരുവായൂരിൽ നിന്നും പാലക്കാട്ടേക്കും നിലമ്പൂരിലേക്കും നിരവധി ബസ്സുകൾ കടന്നുപോകുന്ന ഗുരുവായൂർ നിലമ്പൂർ ദേശീയപാത കുന്നംകുളവും പെരുമ്പിലാവും കഴിഞ്ഞാൽ പട്ടാമ്പി എത്തുന്നതിന് മുമ്പുള്ള ഏറ്റവും വലിയ ജംഗ്ഷനായ കൂറ്റനാട് ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയാണിത്. ഒരൊറ്റ ബസ് പോലും ഈ ബസ് സ്റ്റാൻഡിൽ കയറുന്നില്ല. ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള റോഡിൽ നിർത്തി ആളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നു. ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറുന്നില്ലെങ്കിലും ഓരോ ബസ്സിൽ നിന്നും കൃത്യമായി ബസ് സ്റ്റാൻഡ് ഫീസ് വാങ്ങുന്നുണ്ട്. ബസ്സുകൾ ഒരു മുടക്കവും കൂടാതെ അത് നൽകുന്നുമുണ്ട്. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡ് പണിയുന്നവർ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താനുള്ള മാർഗം കണ്ടെത്തണം. ന്യൂസ് ഡെസ്ക്, പട്ടാമ്പി ടൈംസ്.